നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലെ യുദ്ധമുണ്ടാക്കിയ എണ്ണ പ്രതിസന്ധി ഒടുവിലത് ഇന്ത്യയും ബാധിക്കുന്നു. കർക്കശമായ നിലപാടുകളാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്നത്. ഇന്ത്യയിൽ വീണ്ടും ഒരു ലോക്ക്ഡൗൺ സൂചന നൽകി നരേന്ദ്രമോദിയുടെ ചില മുന്നറിയിപ്പുകൾ. ഇപ്പോഴുണ്ടായ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പെട്രോൾ, ഡീസൽ, ഗ്യാസ് എന്നിവ നിയന്ത്രണത്തോടെ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി ജനങ്ങളെ ഓർമ്മപ്പെടുത്തി. ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിനായി പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുക, കാർപൂളിംഗ് നടത്തുക, വർക്ക് ഫ്രം ഹോം എന്നിവ അടിയന്തരമായി നടപ്പാക്കാൻ മോദി ആഹ്വാനം ചെയ്തു. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ആഗോള പ്രതിസന്ധിയുടെ ഈ സമയത്ത് പെട്രോളും ഡീസലും മിതമായി മാത്രമേ ഉപയോഗിക്കാവൂ. മെട്രോ സൗകര്യമുള്ള നഗരങ്ങളിലെ ആളുകൾ മെട്രോ യാത്രകൾക്ക് മുൻഗണന നൽകുക. സ്വകാര്യ വാഹനങ്ങൾ അത്യാവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കുക. ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കാനും മോദി പറഞ്ഞു. കോവിഡ് കാലത്തിന് സമാനമായ ജീവിത സാഹചര്യമാണ് ഇപ്പോൾ നല്ലത് എന്ന് നരേന്ദ്രമോദി പറയുന്നു. വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ മീറ്റിംഗുകൾ, വീഡിയോ കോൺഫറൻസുകൾ എന്നിവയ്ക്ക് മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിദേശ വിനിമയ ശേഖരം സംരക്ഷിക്കാൻ അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. കടുത്ത നിയന്ത്രണങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ഇന്ത്യൻ ഭരണകൂടം ഉദ്ദേശിക്കുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ. വിലക്കയറ്റം പടിവാതിൽക്കൽ എത്തി നിൽക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ മുന്നറിയിപ്പുകൾ ഒരു നെഞ്ചെടുപ്പോടെയാണ് ജനങ്ങൾ കേൾക്കുന്നത്. വിദേശയാത്രകൾ ഒഴിവാക്കുക, ആഡംബരത്തിനു വേണ്ടി സ്വർണം വാങ്ങിക്കൂട്ടുന്നത് അവസാനിപ്പിക്കുക, സ്വദേശി ഉൽപ്പന്നങ്ങൾക്കും ആഭ്യന്തര വിനോദസഞ്ചാരത്തിനും മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ഇന്ത്യൻ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കും എന്നാണ് പ്രധാനമന്ത്രിയുടെ ഈ മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴിതാ നിരീക്ഷകർ പ്രധാനമന്ത്രിയുടെ അസാധാരണമായ ഈ പ്രഖ്യാപനം നോക്കിക്കാണുന്നത് മറ്റൊരു തരത്തിൽ. കോവിഡ് കാലത്തിന് സമാനമായ ചില നിയന്ത്രണങ്ങൾ ഇന്ത്യയിൽ ഏർപ്പെടുത്തുമെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് ഇന്ത്യ നീങ്ങിയില്ലെങ്കിലും ഭാഗികമായ ലോക്ക്ഡൗൺ ഇന്ത്യയിൽ ഏർപ്പെടുത്തും. ഇന്ത്യ നേരിടുന്ന സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കാൻ ദൈനംദിന ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് പൊതുജനങ്ങളോട് മോദി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിയന്ത്രണങ്ങൾ പിന്നീട് കടുപ്പിക്കും. ഹൈദരാബാദിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ ആഹ്വാനം. ദേശസ്നേഹമെന്നത് സൈനികരുടെ ത്യാഗം മാത്രമല്ല, അത് പൗരന്മാരുടെ ദൈനംദിന ജീവിതത്തിലെ ഉത്തരവാദിത്തമുള്ള പെരുമാറ്റവും അതിൻ്റെ ഭാഗമാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിന് വർക്ക് ഫ്രം ഹോം, വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന രീതി പ്രോത്സാഹിപ്പിക്കാൻ നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ആഗോളതലത്തിൽ ഇന്ധനവില വർദ്ധിക്കുമ്പോഴും ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്കായി പെട്രോൾ, ഡീസൽ വിലകൾ സ്ഥിരമായി നിലനിർത്താൻ സർക്കാർ വലിയ തുക ചെലവാക്കിയിട്ടുണ്ട്. ഇനി അത്തരം നടപടികൾ പ്രായോഗികമാകില്ല എന്ന് ഭരണകൂടം ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ആഗോള ഇന്ധനവില വർധനവിൻ്റെ ആഘാതം കുറയ്ക്കാൻ പ്രതിദിനം 1600 മുതൽ 1700 കോടി രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ ചെലവിടുന്നത്. ഇത് രാജ്യത്തിന്റെ ധനകമ്മി കൂട്ടി. യുദ്ധം മൂലം മേഖലയിൽ അധികം പരിക്കേൽക്കാതെ നിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. എന്നാൽ അധികകാലം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ചരക്ക് നീക്കങ്ങൾക്ക് റെയിൽവേയെ കൂടുതൽ ആശ്രയിക്കാൻ പ്രധാനമന്ത്രി പറയുന്നു. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനാണ് ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ പ്രചാരത്തിലാക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. കോവിഡ് കാല രീതികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നരേന്ദ്രമോദി ചില പരിഷ്കാരങ്ങൾ വരുത്തണമെന്ന് ജനത്തോട് അഭ്യർത്ഥിക്കുന്നത്. കോവിഡ് കാലത്തെ ലോക്ക്ഡൗണിന് സമാനമായ സാഹചര്യത്തിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്ന് വ്യക്തം. ഒരു തുടക്കം എന്ന നിലയിൽ സ്വയം ചില നിയന്ത്രണങ്ങൾ ആദ്യം ഏർപ്പെടുത്തുക. എന്നാൽ സാഹചര്യങ്ങൾ മോശമായാൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്രം നിർബന്ധിതമാകുമെന്നും മോദി പറയുന്നു. രാജ്യത്തിൻ്റെ വിദേശ നാണ്യ ശേഖരം പരിക്കില്ലാതെ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. ഇത് കണക്കിലെടുത്താണ് വിദേശ യാത്രകളും വിദേശത്തെ വിവാഹ ആഘോഷങ്ങളുമൊക്കെ ഉടനടി അവസാനിപ്പിക്കാൻ മോദി രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത്. എണ്ണ, സ്വർണം എന്നിവയുടെ ഉയർന്ന ഇറക്കുമതി ചെലവ് കാരണം കഴിഞ്ഞ 10 ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 1 ലക്ഷം കോടി രൂപ രാജ്യത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇന്ധനത്തിൻ്റെ ആവശ്യം കുറയ്ക്കുന്നത് ഇറക്കുമതിയുടെ മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുമെന്നും ഭാവിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇത് സഹായകരമാകുമെന്നും മോദി പറഞ്ഞു. ഇന്ധന ഉപയോഗത്തിൽ 10% കുറവുണ്ടായാൽ രാജ്യത്തിന് പ്രതിദിനം ഏകദേശം 160 കോടി ലാഭിക്കാൻ കഴിയും.
വിദേശ നാണയശേഖരത്തെ ബാധിക്കുന്നതാണ് ഭക്ഷ്യ എണ്ണയുടെ ഇറക്കുമതി. ഇന്ത്യ വലിയ അളവിൽ പാചക എണ്ണ ഇറക്കുമതി ചെയ്യുന്നു. മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളും പ്രാദേശികമായി നിർമ്മിച്ച സാധനങ്ങളും തിരഞ്ഞെടുക്കാൻ രാജ്യത്തെ ജനങ്ങളോട് നരേന്ദ്രമോദി അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യക്കുള്ളിൽ ചെലവഴിക്കുന്ന പണം പ്രാദേശിക ഹോട്ടലുകൾ, ഡ്രൈവർമാർ, കടയുടമകൾ, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥകൾ എന്നിവയ്ക്ക് കൂടുതൽ ഗുണകരമാകും. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി ഇപ്പോഴും ഒഴിയുന്നില്ല. കൂടുതൽ കടുത്ത യുദ്ധത്തിലേക്ക് അമേരിക്കയും ഇസ്രയേലും കടക്കുന്നു. ഇതാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ചില മുന്നറിയിപ്പ് നൽകാൻ നരേന്ദ്രമോദിയെ പ്രേരിപ്പിക്കുന്നത്. കർഷകർ രാസവളങ്ങളുടെ ഉപയോഗം 50% കുറയ്ക്കണമെന്നും ഡീസൽ പമ്പുകൾക്ക് പകരം സൗരോർജ്ജത്തിലേക്ക് മാറണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ആഗോള വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങളും വിലക്കയറ്റവും നേരിടാൻ രാജ്യത്തെ ജനങ്ങളുടെ കൂട്ടായ പങ്കാളിത്തം അനിവാര്യമാണ്. വർദ്ധിച്ചു വരുന്ന ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളും ആഗോള വിതരണ ശൃംഖലകളിലെ തടസ്സങ്ങളുമാണ് ഇന്ത്യ നേരിടുന്ന മുഖ്യ പ്രതിസന്ധി. പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിന് ചുറ്റും നടക്കുന്ന സംഘർഷം അസംസ്കൃത എണ്ണ, ഗ്യാസ്, വളം എന്നിവയുടെ വില കുത്തനെ വർദ്ധിപ്പിച്ചു. ഇന്ത്യ അതിൻ്റെ ഇന്ധന ആവശ്യകതയുടെ വലിയൊരു പങ്ക് വിദേശ ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് ആഗോള വിലക്കയറ്റം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിച്ചു. വിതരണ ശൃംഖലകൾ സമ്മർദ്ദത്തിലായി. ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ഇനി മുന്നോട്ടുള്ള നാളുകൾ അത്ര ഭദ്രമായിരിക്കില്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ നിയന്ത്രണങ്ങൾ എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് ജനങ്ങളിൽ പരിഭ്രാന്തി. ആദ്യം സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുക. അതിന് സാധ്യമാകുന്നില്ല എങ്കിൽ സർക്കാർ തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ചില നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ മറ്റൊരു ലോക്ക്ഡൗണിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയം. ഇന്ത്യയിൽ ലോക്ക്ഡൗൺ, യാത്രാ നിരോധനമല്ലെങ്കിൽ നിർബന്ധിത നിയന്ത്രണങ്ങൾ എന്നിവയെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആഡംബര വസ്തുക്കൾക്ക് മേലുള്ള ആശ്രിതത്വം കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുമ്പോൾ സ്വയം ജനങ്ങളത് ഏറ്റെടുക്കുമോ എന്ന സംശയം. ഒരുപക്ഷെ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കേന്ദ്രം കടന്നേക്കാം. സ്വർണ്ണ കച്ചവടം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ നിയന്ത്രണം വന്നേക്കാം. വർക്ക് ഫ്രം ഹോം, ഗതാഗത നിയന്ത്രണം തുടങ്ങിയ കടുത്ത നിയന്ത്രണങ്ങൾ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. രാജ്യം മറ്റൊരു ലോക്ക്ഡൗണിലേക്ക് നീങ്ങുമോ എന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത, ഇൻസൈഡ്.